വളരെ സ്നേഹബഹുമാനങ്ങളുള്ള രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, സ്വാഗത പ്രഭാഷകൻ പറഞ്ഞത് ഇവിടെ ഉപദേശം നടത്തും എന്നാണ്. ഇവിടെ നടക്കാൻ പോണത് ഉപദേശമല്ല, ഉപദേശിക്കേണ്ട കാര്യവുമല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒരു സംഭവമുണ്ട്. അതിങ്ങനെയാണ്. ഒരു പാവപ്പെട്ട ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അദ്ദേഹം പട്ടണത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ചെറിയൊരു ജോലിയാണ്, ചെറിയ ശമ്പളമേ ഉള്ളൂ. അങ്ങനെ താമസിക്കുന്നൊരു ചെറിയ സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് അവളെയും കൊണ്ടുപോയി. ചെന്ന ദിവസം തന്നെ അദ്ദേഹം അവളോട് പറയുന്നുണ്ട്, എനിക്ക് ചെറിയ ശമ്പളമേ ഉള്ളൂ, ശമ്പളം കുറച്ച് കൂട്ടിക്കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ബോസിനോട് ചോദിക്കാനുള്ള പേടി, മടി. ഇത് കേട്ടപ്പോൾ അവള് അദ്ദേഹത്തിന് ആവേശം കൊടുത്തു, ധൈര്യം കൊടുത്തു. നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, നിങ്ങൾ നല്ല ആത്മാർത്ഥതയുള്ളൊരു ജോലിക്കാരനല്ലേ, ഒന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ ചോദിച്ചാൽ ശമ്പളം കൂട്ടിത്തരും. ചോദിച്ചു നോക്ക്. അവൾ കൊടുത്ത ആ ധൈര്യത്തില് അദ്ദേഹം അന്ന് തന്നെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത്, ഓഫീസിലെത്തിയ ശേഷം പിന്നെയും ഒന്ന് നന്നായി ഒരുങ്ങി ധൈര്യമൊക്കെ ശേഖരിച്ചിട്ട് ബോസിനോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, ശമ്പളം ഒന്ന് കൂട്ടിത്തരാൻ പറ്റുമോ? കേട്ടപാടെ ബോസ് അത് കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ അയാൾക്ക് കുറച്ച് ശമ്പളം കൂട്ടിക്കൊടുത്തു. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യം തന്നെ ഫോൺ എടുത്തിട്ട് അവളെ വിളിക്കാൻ ഒരുങ്ങുക, അവളോട് പറയാൻ. പക്ഷെ പിന്നെ മൂപ്പർ വിചാരിച്ചു, ഇപ്പം പറയണ്ട, അവിടെ എത്തിയതിന് ശേഷം പറയാം. അതിങ്ങനെ സർപ്രൈസ് ആക്കിയിട്ട് വെച്ചു. ഇങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീട്ടിലേക്ക് കയറിയ സമയത്ത് തന്നെ ഈ സന്തോഷ വർത്തമാനം പറയുന്നു. അവൾക്കും ഭയങ്കര സന്തോഷമാവുന്നു. പക്ഷെ പിന്നെ മൂപ്പര് ഡൈനിങ് ടേബിളിലേക്ക് നോക്കുമ്പോഴേ അവിടെ നിറച്ചും നല്ല നല്ല ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു സൽക്കാരം പോലെ ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ മൂപ്പർക്കൊരു സംശയമായി, ഇവളിതെങ്ങനെ അറിഞ്ഞു പോയോ? ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ? അയാൾക്കൊരു കൺഫ്യൂഷനായി. എന്തായാലും പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് തിരിച്ച് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്ന സമയത്ത് അയാളുടെ പ്ലേറ്റില്ലേ, ആ പ്ലേറ്റിൽ ഒരു കവറ് കിടക്കുന്നുണ്ട്, ഒരു കത്ത് കിടക്കുന്നുണ്ട്. ആ കത്ത് ഇങ്ങനെ തുറന്നിട്ട് വായിച്ചു നോക്കിയപ്പോൾ അതിലെഴുതി വെച്ചത് എന്താണെന്നറിയോ? അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ, നിങ്ങളിത് അർഹിക്കുന്നുണ്ട്, നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാണ് ആ കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് ഇങ്ങനെ നോക്കിയാണ്. അടുക്കളയിലാണ് അവളുള്ളത്. ആ സമയത്ത് അവൾ എന്താ ചെയ്യുന്നതെന്നറിയോ? അവളുടെ ചുരിദാറിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കത്തെടുത്തിട്ട്, ഒരു പേപ്പർ എടുത്തിട്ട് വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. അയാൾക്കൊരു സംശയമായി, എന്തായിരിക്കും അത്? ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവൾ റൂമിലേക്ക് പോയ ഉടനെ മൂപ്പർ അടുക്കളയിൽ ആ വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞത് എന്താണ് എന്ന് പോയി നോക്കി. അതും നേരത്തെ കിട്ടിയതുപോലെ ഒരു കത്താണ്. പക്ഷെ അതവൾ വലിച്ചെറിഞ്ഞു. ആ കത്തിങ്ങനെ തുറന്ന് വായിച്ചപ്പോ അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയോ? സാരല്ല പ്രിയപ്പെട്ടവനെ, ഇപ്പോ കൂട്ടിത്തന്നിട്ടില്ലെങ്കിലും പിന്നീട് കൂട്ടിത്തരും. സാരല്ല, എന്തായാലും എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് ആ കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ സൽക്കാരം എന്താണെന്ന് മനസ്സിലായില്ലേ? ശമ്പളം കൂട്ടിയാലും ശമ്പളം കൂട്ടിയിട്ടില്ലെങ്കിലും അയാൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സൽക്കാരമായിരുന്നു അത്. ശമ്പളം കൂട്ടിയാൽ അത് സന്തോഷത്തിൻ്റെതാകും, ശമ്പളം കൂട്ടിയിട്ടില്ലെങ്കിലോ അത് ആശ്വാസത്തിൻ്റെതുമാകും. എന്തിനാണ് കല്യാണം? ഇത്രയേ ഉള്ളൂ. ഒരാളുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും വിജയത്തിലും തോൽവിയിലും നഷ്ടങ്ങളിലും നേട്ടങ്ങളിലും രോഗത്തിലും ആരോഗ്യത്തിലും അയാളുടെ കൂടെ നിൽക്കുന്നതിൻ്റെ, അവളുടെ കൂടെ നിൽക്കുന്നതിൻ്റെ പേരാണ് പാർട്ട്ണർഷിപ്പ്, കല്യാണം.
ഖുർആൻ ഇത് വളരെ ഭംഗിയായി കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, വലിയ പ്രസംഗങ്ങളൊന്നും നടത്തേണ്ട ഒരാവശ്യമില്ല. ആ വചനം ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അർത്ഥം ഇത്രയേ ഉള്ളൂ: ഒരു പടച്ചോനുണ്ട് എന്നതിൻ്റെ തെളിവ്. എന്ത്? മനുഷ്യന്മാരായ നിങ്ങൾക്ക് മനുഷ്യന്മാരിൽ നിന്ന് തന്നെയുള്ള ഇണകളെ നാം തന്നിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? ഇണകളെ തന്നു എന്ന് പറഞ്ഞാൽ പോരെ, മനുഷ്യന്മാരെന്നെ ആയിരിക്കുമല്ലോ. പിന്നെന്തിനാ അങ്ങനെ പറയുന്നത്? മിൻ അംഫുസിക്കും എന്ന് എന്തിനാ പറഞ്ഞ്? മനുഷ്യന്മാരായ ഇണകൾ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. എന്തിനാ അത് പറഞ്ഞത്? ഒറ്റ കാര്യമുള്ളൂ, ഇതൊരു മനുഷ്യനാണ് കേട്ടോ, ഒരു അസാധാരണത്വവും ഇല്ല, ആകാശത്തുനിന്ന് വന്നതല്ല. വിശക്കുകയും ദാഹിക്കുകയും മനസ്സ് നോവുകയും മടി കാണിക്കുകയും മടങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യനാണ് കേട്ടോ. മാറും, മനസ്സ് മാറും. ആ മനസ്സിന്റെ മാറ്റങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ആ വ്യക്തിയെ അയാൾ എന്താണോ അങ്ങനെ അയാളെ സ്വീകരിക്കാനാകുന്ന വിധം സ്വയം ഒരാളുടെ മനസ്സ് വികസിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ പേരാണ് സ്നേഹം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, മൂസാ നബി ഉണ്ടല്ലോ, മോശെ പ്രവാചകൻ, അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും ധിക്കാരിയായ ഒരാളുടെ അടുത്തേക്ക് പോവാണ്. ആരാണ്? ഫിറൗൻ, ഫറോവയുടെ അടുത്തേക്ക് പോവുക. ആ സമയത്ത് മൂസാ നബി പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? നല്ലോണം ആലോചിക്കണേ. മൂസാ നബി എങ്ങോട്ടാ പോണത്? ഫറോവയുടെ അടുത്തേക്ക്. പക്ഷെ മൂസാ നബി എന്താ പ്രാർത്ഥിക്കുന്നത്? പഠിച്ചോന് എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ, റബ്ബിശ്റഹ്ലി സുദ്രി. ശരിക്കും പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് എന്താ? പഠിച്ചോനെ, ഞാൻ അയാളുടെ അടുത്തേക്ക് പോവുകയാണ്, ഞാൻ പറയുന്ന കാര്യം സ്വീകരിക്കാൻ അയാളുടെ മനസ്സൊന്ന് വിശാലമാക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? പക്ഷെ മൂസാ നബി എന്താ പ്രാർത്ഥിച്ചേ? ആ മനുഷ്യനെ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേന്ന്. ആലോചിച്ചു. നമ്മൾ നടക്കുന്ന എല്ലാ വഴികളിലും ഇങ്ങനെ കാർപ്പറ്റ് ഇരിക്കാൻ കഴിയൂല, നമ്മുടെ കാലിൽ ഒരു ചെരുപ്പിടാനേ കഴിയൂ. മനുഷ്യന്റെ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരാളുടെ ഹൃദയവികാസമുണ്ടല്ലോ, അതിൻ്റെ പേരാണ് സ്നേഹം. അല്ലാതെ നമുക്ക് പറ്റുന്ന സമയത്ത് മാത്രം അയാളെ സ്വീകരിക്കുന്നതിൻ്റെ പേരല്ലത്. അഹമ്മദ് ബുഖാത്തിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറബ് കവിയുണ്ട്. അയാളുടെ ഭയങ്കര രസമുള്ളൊരു പാട്ടുണ്ട്, മൈ വൈഫ് എന്നാണ് ആ ആൽബത്തിൻ്റെ പേര്, സൗജത്തി. അതിലൊരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്: നീ എങ്ങനെയാണോ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അങ്ങനെ എനിക്ക് ഖുർആനിലെ ആ വചനത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: വജഅല ബൈനക്കും മവദ്ദതൻ, നിങ്ങളുടെ രണ്ടാളുടെയും ഇടയിൽ ഇണ, തുണ, നമ്മൾ പറയുന്ന ഭാര്യ ഭർത്താവ്, ഈ രണ്ടാളുടെ ഇടയിൽ പടച്ചോൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഒന്ന് മവദ്ദത്താണ്, മറ്റേത് റഹ്മത്താണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രണയം. റഹ്മത്ത് എന്ന് പറഞ്ഞാലോ നമുക്കറിയുന്ന വേർഡാണ് കാരുണ്യം. മവദ്ദത്ത്, റഹ്മത്ത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പാഷനും കമ്പാഷനും. പാഷൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അത് ഉണ്ടാവും. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ഉണ്ടാവും, അതിന് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ രണ്ടാമത്തെ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ്? അത് റഹ്മത്താണ്, കമ്പാഷൻ. അത് കാരുണ്യമാണ്. ഒരാളെ എംപത്തറ്റിക്കലി മനസ്സിലാക്കലാണ്. എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ കുഴപ്പങ്ങളുണ്ടാവും, നിങ്ങളുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ കുഴപ്പങ്ങളുണ്ടാവും. പക്ഷെ അയാളുടെ കണ്ണുകൊണ്ടൊന്ന് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. അതിൻ്റെ പേരാണ് എമ്പതി. അതാണ് റഹ്മത്ത്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മവദ്ദത്ത് ഇങ്ങനെയാണ്, സ്നേഹം ഇങ്ങനെയാണ്. പക്ഷെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. ഒരാൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് കുനിഞ്ഞു നിൽക്കുന്നതിൻ്റെ പേരാണ്, ഒരാളുടെ സങ്കടങ്ങളിലേക്ക് ഒന്നിങ്ങനെ എത്തി നോക്കുന്നതിൻ്റെ പേരാണ് റഹ്മത്ത്. ഓള് നമ്മളോട് പറയാണ്, എന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത വേദനയും
തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനയ്ക്കുള്ള മരുന്ന് ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടല്ലോ. അതിൻ്റെ പേരാണ്, അവൾക്ക് വേണ്ടത് പാരസെറ്റമോൾ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ പേരാണ് റഹ്മത്ത്.